السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സൂറത്തുർ റഹ്മാൻ 55-ാമത്തെ അധ്യായമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان. الرحمن കാരുണ്യവാനായ, ഏതൊരു കാരുണ്യവാനായ റബ്ബോ ആ പ്രത്യേകമായ അള്ളാഹുവെ വിശേഷിപ്പിക്കുകയാണ്. അള്ളാഹു കാരുണ്യവാനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ച് പോകുന്നത്. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഓക്സിജൻ എടുക്കുന്നത്, നമുക്ക് ഭക്ഷണം തന്നത്, അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ സകലമാന വിഷയത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ്. അല്ലമൽ ഖുർആൻ, ഈ ഖുർആൻ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. അത് വലിയൊരു കാരുണ്യമാണ്. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിച്ചു എന്നത് തന്നെ മനുഷ്യവർഗത്തോട് നമ്മൾ മനുഷ്യനായി ജനിച്ചു എന്നുള്ളത് അള്ളാഹു തന്ന ഒരു വലിയ കാരുണ്യമാണ്. ഈ ജീവജാലങ്ങൾക്കൊന്നും പിന്നൊരു ലോകമല്ലല്ലോ. ഇവിടെ ജിന്നുകൾക്കും മനുഷ്യർക്കും മാത്രമാണ് പരലോകം, മറ്റൊരു ലോകമുള്ളത്. ബാക്കിയെല്ലാം ഇവിടെ ഒടുങ്ങുന്നതാണ്, ഇവിടെ നശിച്ചു പോകുന്നതാണ്. അല്ലമഹുൽ ബയാൻ, ബയാൻ മനുഷ്യന് സംസാരശേഷി, മറ്റ് ജീവജാലങ്ങൾക്ക് അതില്ല. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പക്ഷേ നാവ് കൊണ്ട് ചിന്തകളെ, മനസ്സിലുള്ള കാര്യങ്ങളെ വെളിവാക്കി അത് പ്രകാശിപ്പിക്കാൻ, ഒരു കാര്യത്തെ മറ്റൊരാളെ കൺവിൻസ് ചെയ്യിക്കാൻ സംസാരം കൊണ്ട്, ശബ്ദം കൊണ്ട്, നാവ് കൊണ്ട് ചലിപ്പിച്ച് ആ കാര്യത്തെ സംവേദനം ചെയ്യാനുള്ള ഈ കഴിവ്, അത് വലിയൊരു അത്ഭുതമാണ്. മനുഷ്യർക്ക് മാത്രമേ അത് നൽകിയിട്ടുള്ളൂ ഈ ഭൂമിയിൽ. മറ്റൊരു ജീവികൾക്കും ഇങ്ങനെ സംസാരിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആശയങ്ങളെ പ്രകാശിപ്പിക്കാൻ, ചിന്താശേഷിയെ, മറ്റുള്ളവൻ്റെ മനസ്സിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയത്തെ കൺവേ ചെയ്യാൻ അതിനുള്ള ഒരു ഉപാധി പഠിപ്പിച്ചത് മനുഷ്യനെ മാത്രമാണ്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും അതിൻ്റേതായ ചില കണക്കുകളുണ്ട്. ആ കണക്കൊന്ന് മാറി സൂര്യനൊന്ന് ബാക്കോട്ട് പോയാൽ ഭൂമി മുഴുവൻ ഐസായിട്ട് പോകും. സൂര്യൻ്റെ അടുത്ത് നിന്ന് ഈ കൃത്യമായ അകലം പാലിക്കാതെ ഭൂമി ഒന്ന് ബാക്കോട്ട് മാറിയാൽ, ഒന്ന് സൂര്യനും ഭൂമിയും തമ്മിൽ അകലൊന്ന് കൂടിയാൽ ഭൂമി ഐസായിട്ട് പോകും. എല്ലാം തണുത്തുറഞ്ഞ് എല്ലാം നശിച്ചു പോകും. ഇനിയൊന്ന് അടുത്തേക്ക് വന്നാലോ കത്തിക്കരിഞ്ഞു പോകും. അപ്പോൾ എല്ലാറ്റിനും കണക്കുണ്ട്. ചന്ദ്രന് കണക്കുണ്ട്, നക്ഷത്രങ്ങൾ കണക്കുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഭൂമിയിലെ ഋതുഭേദങ്ങളടക്കം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആകാശലോകങ്ങളുടെ ഈ ഒരു കറക്കത്തിലൊക്കെ ഉള്ള ചലനങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുക. ഈ സൂര്യൻ വരണം, സൂര്യൻ പോകണം, ഇന്ന സമയത്ത് മഴ, വെയിൽ, ഓരോ കാലഘട്ടത്തിലും അതാത് സംവിധാനങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വന്നജുമു വശജറു യസ്ജുദാൻ, ഈ താരങ്ങളും ഈ നക്ഷത്രങ്ങളുമെല്ലാം റബ്ബിൽ സുജൂദിലാണ്, പ്രണമിച്ചതാണ്. പ്രണാമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സുജൂദ് ചെയ്യുന്ന നമ്മുടെ നിസ്കാരത്തിലെ സുജൂദ് മാത്രമല്ല, ആ ഒരു സൃഷ്ടിക്ക് മുമ്പിൽ അവയെല്ലാം സുജൂദിലാണ് എന്നാണ്. ചന്ദ്രനും ഈ കാണുന്ന സകല മരങ്ങളും നക്ഷത്രങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ പ്രണമിച്ചിരിക്കുന്നു. വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ, ആകാശത്തെ ഉയർത്തി. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഉപരിലോകമല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ള തട്ടുകളായ ആകാശ സംവിധാനങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചു, അത് ഉയർത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വവദഅൽ മീസാൻ, ഇതിനൊക്കെ ഒരു കണക്ക് വെച്ചിട്ടുണ്ട്, ഒരു തുലാസ്, നീതി തുലാസ്. എല്ലാറ്റിനും നീതിയോടെ, ഈ ഭൂമിയിൽ എല്ലാറ്റിനും നീതി വേണം, നീതിയോടെ നീതി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും നമുക്കത് കാണാം.
ഓരോ ജീവിവർഗങ്ങളിലൊക്കെ നീതി നടപ്പാക്കുന്ന, അനീതി ഇവിടെ ഇല്ല. പ്രകൃതിപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാറ്റിനും നീതിയുണ്ട്. ആ നീതിയോടെ ഈ പ്രപഞ്ച സംവിധാനങ്ങളെ വെച്ചു. അതോടൊപ്പം മീസാൻ, എല്ലാറ്റിനും ഒരു കണക്കും കാര്യങ്ങളും നോക്കാൻ. ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ കർമ്മഫലങ്ങൾ ഫിൽ മീസാൻ, നിങ്ങൾ ക്രമക്കേട് വരുത്താതിരിക്കാൻ. എല്ലാറ്റിനും കണക്ക് വെച്ചതും അതുതന്നെയാണ്. എല്ലാറ്റിനും കണക്ക് ചോദിക്കുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുന്ന നമ്മൾ ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങൾക്കും കണക്ക് വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് അല്ലേ, എല്ലാ കാര്യത്തിനും നമ്മുടെ എല്ലാ കാര്യം എടുത്ത് നോക്കുക. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം അതിൻ്റേതായ അളവുകോലിലായിരിക്കണം. ഒന്നും അതിര് കഴിയാൻ പാടില്ല. അധികമായാൽ അമൃതം വിഷമെന്ന് നമ്മൾ മലയാളത്തിൽ ചൊല്ലുന്ന പോലെ അധികമൊന്നും ആകാൻ പാടില്ല. എല്ലാം അതിൻ്റേതായ നീതിയോടെ കൃത്യതയോടെ നടപ്പാക്കേണ്ടതുണ്ട്. വഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. നിങ്ങൾ മീസാൻ തൂക്കുന്ന വിഷയത്തിൽ, അതായത് തൂക്കുക എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ ഈ തൂക്കണ, നമ്മുടെ നാട്ടിലെ അളവ് തൂക്കണ പാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിഷനറിയെ മാത്രമല്ല ഉദ്ദേശിച്ചത്. ജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യത്തിലും നീതിയോടുള്ള കണക്കാക്കലായിരിക്കണം ഉണ്ടാവുക. അതിപ്പോൾ എല്ലാ വിഷയത്തിൽ, ചെറിയ കാര്യം മുതൽ വലിയ വലിയ വിഷയങ്ങൾ വരെ നമ്മൾ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളൊക്കെ എടുക്കാം. മനുഷ്യരെ തട്ടുതട്ടുകളായിട്ട് വെച്ചിട്ടില്ലേ ദുനിയാവിൽ, ഭൂമിയിൽ മനുഷ്യന്മാർ കുറേ പേര് പണമുള്ളവർ, പണമില്ലാത്തവർ. അപ്പോൾ എന്താണ് ഇവിടെ നീതി? എല്ലാവർക്കും നീതിയോടുകൂടി മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ കണക്കുകൾ കൃത്യമാകണം. അതിപ്പോൾ നമ്മളൊരു വീട്ടിലെ കാര്യം എടുക്കുക, ഒരു വാപ്പയും മക്കൾക്ക് വീതിച്ചു കൊടുക്കുന്നത്, അത് നീതിയോടെ ആവണം, കൃത്യത ഉണ്ടാവണം. അതിനുള്ള കണക്കുകൾ കൃത്യമായിട്ട്, അത് നമ്മളിപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യണ വരെ നമുക്കത് കൃത്യത ഉണ്ടാക്കാനുള്ള ആ ഒരു സംവിധാനം അല്ല അവിടെ ചെയ്തു വെച്ചെന്നാണ്. വെള്ളം അത് അളക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അതുപോലെ എല്ലാറ്റിനും അത് അളന്ന് തിട്ടപ്പെടുത്താനുള്ള ഒരു മീസാൻ ഈ പ്രപഞ്ചത്തിൽ ആ സംവിധാനം അല്ല ചെയ്തു വെച്ചിട്ടുണ്ട്. വൽ അർള വദഅഹാ ലിൽ അനാം. ഭൂമിയിലുള്ള സൃഷ്ടികൾക്ക് വേണ്ടി അത് സംവിധാനിച്ചത്. ഭൂമിയിലുള്ള സകലമാന സൃഷ്ടികൾക്കും, അതിൽ മനുഷ്യന് മാത്രമല്ല, അതിലെല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി കൂടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഫീഹാ ഫാകിഹതും വന്നഖ്ലു ദാതുൽ അക്മാം. അതിൽ നിറയെ പഴങ്ങളുണ്ട്. ആ പഴയുടെ കൊതുമ്പുള്ള ഈത്തപ്പനകളും പഴങ്ങളും കൊണ്ട് ഭൂമി അല്ലാഹ് നിറച്ചിട്ടുണ്ട്. വൽ ഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ. വൽ ഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ. ധാന്യങ്ങൾ, ആ പുല്ലിൽ ഇങ്ങനെ മുളച്ചു വന്നിട്ടുള്ള ധാന്യങ്ങളില്ലേ, അതുപോലെ തന്നെ റൈഹാനുമുണ്ട്. റൈഹാൻ എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള ചെടികളുണ്ട്. അതല്ലാത്ത പച്ചപ്പുല്ലിൽ നിന്ന് വളർന്ന ധാന്യങ്ങളുണ്ട്. അത് ഗോതമ്പാവട്ടെ നെല്ലാവട്ടെ എല്ലാം അള്ളാഹു ഇവിടെ മുളപ്പിച്ച് തന്നത്. എന്നിട്ട് വീണ്ടും തിരിച്ചു നമ്മൾ പോയി അള്ളാഹിൻ്റെ കാരുണ്യത്തെ പറ്റി പറഞ്ഞ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പറ്റി, മനുഷ്യനെ സൃഷ്ടിച്ചതിനെപ്പറ്റി, ഈ ഭൂമിയിൽ അള്ളാഹിൻ്റെ ജീവജാലങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ട് ഇവിടെ അതിനുള്ള ഭക്ഷണവും സംവിധാനങ്ങളുമൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ആ ചെടികളെയും ഭക്ഷണത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് ചോദിക്കുക, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇവിടെ 31 പ്രാവശ്യം ഈ സൂറത്തുർ റഹ്മാനിൽ, ഇതിന് ഖുർആൻ്റെ മണവാട്ടി എന്നൊക്കെ വെളിപ്പേരുണ്ട്. ഈ സൂറത്തിൽ 31 പ്രാവശ്യം ഈ ആയത്ത്, 31 സ്ഥലത്ത് 31 അർത്ഥമാണെന്നാണ് മുഫസ്സിരീങ്ങൾ വെക്കുന്നത്. അതായത് മേലെ പറയുന്ന വിഷയത്തെ ചേർത്താണ് ഈ വിഷയത്തോട് പറയുന്നത്. അതായത് മേലെ പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ നിങ്ങൾക്ക് നിഷേധിക്കാനാകുമോ എന്ന് ഡയറക്റ്റ് മീനിങ്, അതിൻ്റെ നേരെ അർത്ഥം അതാണ്. എന്നാലാവട്ടെ ഈ ആല എന്ന പദം, അത് അറബ് സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത്രമേൽ അറിവോടുകൂടി ഗഹനതയോടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരത് വിശദമായിട്ട് ഈ ആല എന്ന പദം പഠിച്ചാൽ മനസ്സിലാവും. അത് എല്ലാ സ്ഥലത്തും ഒരേ അർത്ഥമല്ല. നമ്മൾ മലയാളത്തിലും ചില വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ അർത്ഥമല്ലല്ലോ. ചില സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ആ വാക്ക് പറയുമ്പോൾ അർത്ഥം മാറുകയാണ്. അതുപോലെ ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. പലയിടത്തും പറഞ്ഞ് മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. എങ്ങനെയുള്ള മണ്ണ്? മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന
കലം പോലെയുള്ള കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ അല്ല, അതിൻ്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ അല്ല സൃഷ്ടിച്ചു. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. ജിന്ന് വർഗത്തെ ഇൻസാനെ സൃഷ്ടിച്ച പോലെ, മനുഷ്യനെ സൃഷ്ടിച്ച പോലെ ജിന്നിനെ അള്ളാഹു പുകയില്ലാത്ത മിമ്മാരിജിൻ മിൻ നാർ, ഒരു തരം പ്രത്യേകമായ സവിശേഷമായ തീയിൽ നിന്ന്. നാർ, ആ നാർ എന്നുള്ളതിന് നൂർ എന്ന പദത്തിൽ നിന്ന് ചേർന്നാണ് നാർ എന്ന പദം വരുന്നത്. നൂറിന് എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നാണ്, അതായത് നാറിൻ്റെ വെളിച്ചം. അപ്പോൾ നാർ എന്നതിനെ നമ്മുടെ നാട്ടിൽ കാണുന്ന നമ്മൾ കാണുന്ന ഫയറായിട്ട് ഇതിനെ നാറിനെ നമ്മൾ ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നാണ് നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജിന്ന് വർഗത്തെ, അപ്പോൾ നാട്ടിലെ മുഴുവൻ തീയും ജിന്നാന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ അത് മുട്ടിയാൽ ശബ്ദം ഉണ്ടാക്കുന്ന കളിമണ്ണിൻ്റെ സത്ത എന്ന് പറയുമ്പോൾ നാട്ടിലെ മണ്ണൊക്കെ മനുഷ്യനാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ സവിശേഷമായൊരു മണ്ണിൽ നിന്ന് മനുഷ്യനെ അള്ള സൃഷ്ടിച്ച പോലെ നാറാകുന്ന ഏതോ ഒരു തീ, ആ തീയിൻ്റെ ഏതോ ഒരു രൂപത്തിൽ നിന്നുള്ള സൃഷ്ടിച്ചു. അള്ളാഹു ആലം, അതിനെപ്പറ്റി നമുക്കറിയില്ല. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. നിങ്ങൾക്ക് കളവാക്കാൻ പറ്റുമോ? അതൊക്കെ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? മേലുള്ള കാര്യത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. മശ്രിഖും മഗ്രിബും, അതായത് സൂര്യൻ ഉദിക്കുന്ന സ്ഥലവും അസ്തമനവും ഒരു സ്ഥലമല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെ 2 സ്ഥലം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ 2 സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പറയുന്നത് ഈ സൂര്യൻ ഉദിക്കുന്ന, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ സൂര്യൻ ഉദിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ സൂര്യൻ ഉദിക്കുന്ന സമയം, ആ സമയം ചില ഭാഗത്ത് അത് അസ്തമിക്കുകയാണ് അല്ലേ? അപ്പോൾ ഭൂമി ഇങ്ങനെ സർക്കിൾ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് അത് അസ്തമിക്കുകയാണ്, എന്നാൽ അവിടെ പിന്നെ സൂര്യൻ ഉദിക്കുന്ന ഇവിടെ. അപ്പോൾ അങ്ങനെയാണ് 2 4 വരുന്നത്. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. അതും നിങ്ങൾക്ക് കളവാക്കാൻ പറ്റുമോ? അതൊക്കെ നിങ്ങൾക്ക് കളവാക്കാൻ പറ്റുമോ? അതൊക്കെ സത്യമല്ലേ? അത് നിങ്ങൾ കളവാണെന്ന് പറയോ? അതാണ് ചോദ്യം. അതാണ് ഫബി അയ്യി ആലാഇ റബ്ബികും. മേലെ പറഞ്ഞ ഈ ഉദയവും അസ്തമനവും നടക്കുന്ന ഈ സംവിധാനങ്ങളും, ഈ ഭൂമിയുടെ ഭ്രമണവും സൂര്യൻ്റെ ചലനവും, ഇതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇനി വേണമെങ്കിൽ നോക്കിക്കോളൂ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ. ബഹ്റൈൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഉണ്ട്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ. നിങ്ങളുടെ പരസ്പരം സംഗമിക്കാത്ത വിധം ഈ ബഹ്റൈൻ ഉണ്ടല്ലോ, മറജൽ ബഹ്റൈൻ യൽതഖിയാൻ. അവർ പരസ്പരം സംഗമിക്കാത്ത രീതിയിൽ അവരെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശുദ്ധജലം അറ്റ്ലാന്റിക് ഓഷ്യനിലും മെഡിറ്ററേനിയൻ കടൽ തീരത്തെ മെഡിറ്ററേനിയൻ ഓഷ്യനിലുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു കടൽ ഭാഗം ഇന്നും നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ലോകാവസാനം വരെ നിലയുള്ള സത്യമാണത്. ലോകത്തൊരു കടലുള്ളൂ. നമ്മളിങ്ങനെ ഒരുപാട് കടൽ, അവിടെ കടൽ ഇവിടെ കടൽ, ഓരോ പേരിട്ട് വിളിക്കാന്നേ ഉള്ളൂ. പക്ഷേ ഈ കടലിൽ ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. മാത്രമല്ല ചില ഏരിയയിൽ ഇങ്ങനെയുള്ള ശുദ്ധജലം ഉണ്ട് എന്നും, പിന്നെ ഈ മുത്തും പഴയൊക്കെ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, അവക്കിടയിലുള്ള ബർസഖ് ഉണ്ട്. ബർസഖ് എന്ന് പറഞ്ഞാൽ ഒരു അങ്ങോട്ടും ഇല്ല എന്നുള്ളൊരു സ്ഥലം. അത് അവിടെ ഉള്ളവർ അങ്ങോട്ടും ഇല്ല. നമ്മൾ ഈ ബർസഖ് ജീവിതം എന്ന് പറയലുണ്ട്. മരിച്ചു കഴിഞ്ഞാലുള്ള ജീവിതത്തെ ബർസഖ് എന്നാണ്. പരലോകത്തേക്ക് അങ്ങ് എത്തിയിട്ടുമില്ല, ദുനിയാവ് നിട്ട് പോയിട്ടുമുണ്ട്. അതിനാണ് ബർസഖ് ജീവിതം എന്ന് പറയുക. അപ്പോൾ അതുപോലെ ഈ കടൽ വെള്ളം ശുദ്ധജലമുള്ള ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോയിട്ടുമില്ല, അവിടെ നിന്ന് ഉപ്പുവെള്ളത്തിൽ അങ്ങോട്ട്, അത് രണ്ടും ഇല്ലാത്ത ഒരു ലൈന് ഒരു വര വരച്ച പോലെയുള്ള സ്ഥലം കടലിലുണ്ട്. ലാ യബ്ഗിയാൻ. അത് കൂടി കലരൂല എന്ന് മാത്രമല്ല, അതിലെ മോസ്റ്റ് ഓഫ് നിങ്ങൾ പിന്നെ പഠിച്ചു നോക്കിയാൽ അറിയാം, അധിക മീനുകളും അതല്ല ഫിഷ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല. വളരെ അപൂർവം ഫിഷസൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. കാരണം അതിൻ്റെ തന്നെ ജനിതക ഘടന തന്നെ ഉപ്പുജലത്തിൽ ജീവിക്കാൻ യോഗ്യമായിട്ടുള്ള മീനുകളാണ്. അത് അങ്ങോട്ട് പോകണില്ല, ഇപ്പുറത്തുള്ള ഇങ്ങോട്ടും വരണില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അത്ഭുതം, അതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അതൊക്കെ ഇവിടെ സത്യമല്ലേ? അപ്പോൾ ഈ സത്യത്തൊക്കെ മുഴുവൻ വിളിച്ചിട്ടേ ഇവരൊക്കെ നിഷേധിച്ച ഈ കദ്ദാബ്, അള്ളാഹുവിന് കാഫിറുകൾ, മുനാഫിക്കുകൾ അവരാണല്ലോ കൈകാര്യം ചെയ്ത്, മുശ്രിക്കുകൾ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന അവരാണല്ലോ നരകത്തിലേക്ക് പോകേണ്ടവർ. അപ്പോൾ ഈ മുശ്രിക്കാവട്ടെ, കാഫിറാവട്ടെ, മുനാഫിക്കാവട്ടെ, ഇവരൊക്കെ ചെയ്യുന്നത് ഈ കദ്ദാബ് എന്നുള്ള പണിയാണ്. നിഷേധ സ്വഭാവം,
കളവാക്കുക. കദ്ദാബ്, കളവാക്കുക എന്നുള്ള പണി. അത് ഇതൊക്കെ നിങ്ങൾ കളവാക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങളെ, ആകാശലോകത്തെ, രാവ് വരുന്നത്, പകല് വരുന്നത്, സൂര്യന്, ചന്ദ്രന്, ഈ കാണുന്ന സകല പ്രപഞ്ചത്തിലെ സംവിധാനങ്ങൾ, ഈ കടലിലെ ഈ ഒരു സംവിധാനവും ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ കളവാക്കുന്നു. മാത്രമല്ല, നിങ്ങൾ യഖ്റുജു മിൻഹുൽ ലുഅ്ലുഉ വൽ മർജാൻ, നിങ്ങൾ മുത്തും മർജാനും, ലുഅ്ലു എന്ന് പറഞ്ഞാൽ മുത്ത്, മർജാൻ എന്ന് പറഞ്ഞാൽ പവിഴം, മുത്തും പവിഴവും ഒക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾ എടുക്കണില്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കണില്ല പറഞ്ഞാൽ നല്ലൊരു ശതമാനം മുത്തും പവിഴയൊക്കെ ഈ ബഹ്റൈൻ്റെ ഇടയിൽ നിന്ന്, ഈ പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ ഇടയിൽ, അതിൻ്റെ ഇടയിലാണ് കിട്ടുന്നത്. ഈ ശുദ്ധജലത്തിൻ്റെ ഉറവകളുണ്ട് എന്നാ ചില ഭാഗങ്ങളിൽ. അപ്പോൾ അവിടെയൊക്കെ ആണ് ഇത് കൂടുതലായി കാണപ്പെടുന്നതെന്നാണ് ശാസ്ത്രീയമായ പഠനം. അതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹ്രി കൽ അഅലാം, നിങ്ങൾ സഞ്ചരിക്കുന്ന ബഹ്റിൻ്റെ മേലെ കൂടെ സഞ്ചരിക്കുന്ന ഈ ഒരു ഉയരത്തിൽ നിർമ്മിക്കപ്പെട്ട എടുപ്പ് പോലെയുള്ള കപ്പലുകളില്ലേ, കൽ അഅലാം. ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് ചരക്ക് നീക്കത്തിന് ഫ്ലൈറ്റല്ല, ഇപ്പോഴും ഏറ്റവും വേൾഡ് ബിസിനസ് നടക്കുന്നത് മുഴുവൻ കടലിലൂടെയാണ്. ലോകത്ത് മുഴുവൻ വലിയ വലിയ രാജ്യങ്ങൾ, വലിയ വലിയ സംവിധാനങ്ങൾ എല്ലാവരും ഈ ഫ്ലൈറ്റിലൂടെ, വലിയ എക്സ്പെൻസീവാണ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകുക എന്നുള്ളത്, അത്രമേൽ ഭാരിച്ച. എന്നാൽ അതിനേക്കാൾ എത്രയോ ടൺ കണക്കിന് ഇരട്ടിക്കരട്ടി നമുക്ക് കടലിലൂടെ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് കടലിലൂടെയാണ് അധികവും ലോകത്തെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കുന്നത്. അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ, കടലിൻ്റെ മീതെ അതിങ്ങനെ ഉലയാതെ, അതിങ്ങനെ മുങ്ങാതെ അങ്ങനെ നിർത്താനുള്ള സംവിധാനമൊക്കെ അള്ളാഹ് ചെയ്തതാ. ഫബിഅയ്യി റബ്ബിക്കുമാ തുകസിബാൻ, അത് നിങ്ങൾക്ക് കളവാക്കാൻ പറ്റും. അപ്പോൾ മേലെ ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അടുത്തത് വായിക്കേണ്ടത്. കുല്ലു മൻ അലൈഹാ ഫാൻ. ഇനിയൊരു കാര്യം, ഈ ഭൂമിയിലെ, ഈ ഭൂഗോളത്തിൻ്റെ മുകളിലുള്ള സകലതും നശിക്കും, എല്ലാം നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, റബ്ബിൻ്റെ വജ്ഹുണ്ടല്ലോ, മഹാനായ, ജലാലായ, ആദരണീയനായ അസ്തിത്വം മാത്രം ഈ ലോകത്ത് നിലനിൽക്കും, ബാക്കിയെല്ലാം ഇല്ലാതെയാകും. ഇതും നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? യസ്അലുഹു മൻ ഫിസ്സമാവാതി വൽ അർദ് കുല്ലു യൗമിൻ ഹുവ ഫീ ശഅൻ. അപ്പോൾ ആകാശഭൂമികളൊക്കെയും തങ്ങളുടെ ആവശ്യങ്ങൾ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ അള്ളാഹു ഈ ഭൂമിയിലെ, പ്രപഞ്ചത്തിലെ, ആകാശങ്ങളിലെ, അല്ലെങ്കിൽ ഭൂമിയുടെ സകലമാന വസ്തുക്കളുടെയും അള്ളാഹുവോട് തേടിക്കൊണ്ടിരിക്കുന്നു. കുല്ലു യൗമിൻ ഹുവ ഫീ ശഅൻ. ഓരോരോ കാര്യത്തിലാണ്, എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങൾ റബ്ബ് അതിൻ്റേതായ കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകി അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകസിബാൻ. ആകാശ ലോകത്തെ സംവിധാനങ്ങളും ഭൂമിയിലെ സകലതും അതിൻ്റെ ചിട്ടവട്ടത്തോടെ നടക്കുന്നത് അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിലാണ്. സനഫ്റുഗു ലക്കും അയ്യുഹസ്സഖലാൻ. ഭൂമിക്ക് ഭാരമായ, ഇതൊന്ന് കളിയാക്കിയിട്ടുള്ള വാക്ക, സനഫ്റുഗു ലക്കും അയ്യുഹസ്സഖലാൻ. ഭൂമിക്ക് ഭാരമായിട്ടുള്ള, കളവാക്കുന്ന, കദാബായിട്ടുള്ള, ഇത് രണ്ടൂട്ട് അയ്യുഹസ്സഖലാൻ, നിങ്ങൾ രണ്ടൂട്ടരെ ഉദ്ദേശിക്കുന്നത്, ജിന്ന് വർഗത്തെ ഉദ്ദേശിക്കുന്ന മനുഷ്യർ. ഭൂമിക്ക് ആരെയോ ഭാരമായിട്ട്. അപ്പോൾ ഭൂമിക്ക് ഭാരം ആരാണ്? മുനാഫിക്കുകൾ, കാഫിറുകൾ, മുശ്രിക്കുകൾ. അവരുടെ ഭാരത്തിൻ്റെ കാരണം അവർ ഈ കദാബായി എന്നുള്ളതാ. അള്ളാഹുവെ അവർ നിഷേധിച്ചു. അള്ളാഹുവിൻ്റെ സത്യമായ ദർശനത്തെ, അള്ളാഹിൻ്റെ നിയമങ്ങളനുസരിച്ച് ഭൂമിയിൽ ജീവിക്കേണ്ട സത്യത്തെ അവർ നിഷേധിച്ചു. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകസിബാൻ. നിങ്ങൾക്കാവോ ഇതൊക്കെ നിഷേധിക്കാൻ? ഇതൊക്കെ സത്യമാണ്. യാ മഅശറൽ ജിന്ന്. അപ്പോൾ ജിന്നുകളെ സമൂഹത്തെ ഖുർആനിൽ വിളിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു സൂറത്തിൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ എന്നറിയില്ല.
അള്ളാഹു ജിന്നുകളെ നേരിട്ട് അഭിസംബോധന ചെയ്യുക ഖുർആനിലൂടെ. അള്ളാഹിൻ്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറയായ മഅശറൽ ജിന്ന സമൂഹമേ വൽ ഇൻസ് മനുഷ്യ സമൂഹമേ ഇനിസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദു. ഇതൊരു വെല്ലുവിളിയാണ്, ഒരു വെല്ലുവിളിയാണ്. നിങ്ങളാരെങ്കിലും ആകാശത്തിൻ്റെ അതിർവരമ്പുകൾ, ആകാശത്തിൻ്റെ മേലാപ്പിൻ്റെ അള്ളാഹു സൃഷ്ടിച്ചു വച്ച സംവിധാനങ്ങളുടെ മേലേക്ക് പാറിപ്പറന്ന് പോകാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കും. ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. അതിന് വലിയ ശക്തികൾ നിങ്ങൾക്ക് വേണ്ടി വരും, വലിയ സംവിധാനങ്ങളും യന്ത്ര സംവിധാനങ്ങൾ, ഇന്നത്തെ മോഡേൺ ഭാഷ വലിയ ടെക്നോളജി നിങ്ങൾക്ക് വേണ്ടി വരും. മനുഷ്യർക്കാണെങ്കിലും ജിന്നുകൾക്കാണെങ്കിലും വലിയ ശക്തി എടുത്തിട്ട് പോവേണ്ടി വരും. അങ്ങനെ പോകാൻ അപ്പോൾ ജിന്നുവർഗത്തിനും അങ്ങോട്ട് പ്രവേശനമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഒരു പരിധിക്കപ്പുറത്തേക്ക് ആകാശലോകത്തിൻ്റെ ആ വലിയ ഉന്നതമായ അവസ്ഥകളിലേക്ക് കടന്നു ചെല്ലാൻ ഒരു ജിന്നുവർഗത്തിൽ ആർക്കും സാധ്യമല്ല. മിറാജ് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ഭേദിച്ചിട്ടാണ് കടന്നുപോയത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സന്ദർഭത്തിൽ ഓർക്കണം. ഇന്നും ബഹിരാകാശ മാസത്തിലേക്കും ബഹിരാകാശ യാത്രയൊക്കെ നടത്തുന്നവർ അത്രയും വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവർ പോകുന്നത്. അത് വേണ്ടി വരും, അല്ലാതെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് പോകാൻ വലിയ സംവിധാനങ്ങൾ ആവശ്യമായിട്ട് വരും. യുർസലു അലൈകുമാ ശുവാദും മിൻ നാരിൻ വനുഹാസും ഫലാ തൻതസിറാൻ. ഇനി നിങ്ങൾ ഒരു പരിധി വിട്ടിട്ട് നിങ്ങളിരു കൂട്ടരും, രണ്ടു കൂട്ടരും, ജിന്നുവർഗാവട്ടെ മനുഷ്യരാവട്ടെ, ഒരു പരിധി വിട്ട് നിങ്ങൾ പോകാൻ നോക്കിയാൽ തീക്ഷ്ണമായ കഠിനമായ തീജ്വാലകൾ, അതുപോലെ തന്നെ ഷുവാദ് ജ്വാലകളും, മിന്നാർ തീയും, നുഹാസ് വലിയ പുകകളും ഒക്കെയാണ് നിങ്ങൾക്ക് അവിടെ നേരിടേണ്ടി വരും. അതിനെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചെന്ന് വരില്ല, അപകടമാണ്. അപ്പം അങ്ങോട്ടുള്ള സംവിധാനങ്ങൾ എത്ര വലിയ സംവിധാനമായിട്ട് പോയാലും ഒരു പരിധിവരെയൊക്കെ നിങ്ങൾക്ക് പോകാം. പരിധി വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് വലിയ പ്രയാസമായിരിക്കും. തീഗോളങ്ങൾ കൊണ്ട്, കരിമ്പുകകൾ കൊണ്ട് നിങ്ങളെ തീജ്വാലകൾ നേരിടുന്ന അവസ്ഥ ഉണ്ട് അവിടെ. അപ്പോൾ അത് മറ്റൊരായത്തിലും നമ്മൾ ഇതേ പദം സൂറത്തുൽ ജിന്നിലാന്ന് തോന്നുന്നു. അത് കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആകാശലോകത്തേക്ക് ജിന്നുകൾ പോകുന്ന, അള്ളാഹുവിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു ഏർപ്പാടുണ്ട് അത്ര. അവിടെ തീജ്വാലകൾ അവരെ നേരിടാറുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് ജിന്നുവർഗത്തെ നേരിടുന്ന ഒരു തരം തീജ്വാലകളാവാം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇതും നിങ്ങൾ കളവാക്കുകയാണോ? നിങ്ങളിനി ഏത് കാര്യത്തെയാണ് കളവാക്കുന്നത്? ഏത് അനുഗ്രഹത്തെയാണ്, അള്ളാഹുവിൻ്റെ ഏത് നിഅമത്തുകളെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്? ഇതും കളവാക്കുകയാണോ? ഫൈദൻഷഖ്ഖതിസ് സമാഉ ഫകാനത് വർദതൻ കദ്ദിഹാൻ. ആകാശം പൊട്ടി ഫകാനത്ത് വർദ്ധത്ത് എന്നാണ്. വർദ്ധത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം റോസാപ്പൂ പോലെയുള്ള ഒരു പുഷ്പം, അതിനെ വർദ്ധത്ത് എന്ന് പറയും. റോസാപ്പൂ പോലെ. കദ്ദിഹാൻ, ആകാശമൊക്കെ പൊട്ടി തുറന്ന് റോസാപ്പൂ നിറം പോലെ ആയിട്ട് ഇങ്ങോട്ട് മാറുന്ന ഒരു ദിവസമുണ്ട്. വൻഷഖ്ഖതിസ് സമാ. അപ്പോൾ അത് പരലോകത്തെ പറ്റിയാണ് ആ പറയുന്നത്. ഈ ലോകത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ ഇത് സമാഇൻഷഖ്ഖത്, സൂറത്തുൽ ഇൻഷിഖാഖിൽ നമ്മൾ പഠിച്ചു. ആകാശം പൊട്ടിപ്പിളരുന്ന ആ സമയത്ത് ഈ ഒരു ചുമന്ന അവസ്ഥയിലേക്ക്, ഈ ചുമന്നല്ലേ റോസാപ്പൂവിൻ്റെ നിറത്തിലേക്ക് ഇത് മാറുന്ന സന്ദർഭമുണ്ട്. അതൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഈ ലോകാവസാനം നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ നമ്മളിതൊന്നും നിഷേധിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഫബിഅയ്യാല, അതൊക്കെ നടക്കാനുള്ളതാണ്. ഇതൊക്കെ ഫ്യൂച്ചറാണ്. ഭൂമിയിലെ സത്യങ്ങളും പിന്നെ ഇനി നിങ്ങൾക്ക് നിങ്ങളെ അള്ളാഹ് വെല്ലുവിളിച്ചു, നിങ്ങൾ ആകാശത്തിൻ്റെ പരിധി വിട്ട് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ വലിയ സംവിധാനം നിങ്ങൾക്ക് വേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഇനി പോയാൽ തന്നെ നിങ്ങൾക്ക് വലിയ തീജ്വാലകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. നിങ്ങളുടെ പരിധിയിൽ പെട്ടതല്ല, അതിനപ്പുറത്ത് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന രീതിയിലൊരു സംസാരം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇതൊക്കെ നിങ്ങൾ നിഷേധിക്കുകയാണോ, കളവാക്കുകയാണോ? فيومئذ لا يسأل عن ذنبه إنس ولا جان.
ഇവിടെയും ജിന്നിനെ പറ്റി പറയുന്നു. ജിന്നിനെ പറ്റി മനുഷ്യനോടോ ജിന്നിനോടോ നിങ്ങളെന്ത് പാപം ചെയ്തു എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടാവില്ല എന്ന്. ആകാശം പൊട്ടിപ്പിളർന്ന് അങ്ങനത്തെ ദിവസം ആകാശം പൊട്ടിപ്പിളര് പറഞ്ഞാൽ ഒരു പക്ഷേ അള്ളാഹു ആലം ഈ പൊട്ടിപ്പിളറിലൂടെ ആയിരിക്കണം മനുഷ്യരും ജിന്നുകളും മറ്റൊരു ലോകത്തേക്ക് നമ്മൾ എത്തിക്കുന്നത്. അതെവിടെയാണ്? ഭൂമിയിൽ തന്നെ ആയിരിക്കോ, അത് മറ്റൊരു സ്ഥലത്താവും, അള്ളാഹു ആലം. എന്തായാലും ആ ലോകത്ത് അവിടെ ഒരാളുണ്ട്, ഫയോമൈനില്ല യസ്വൽ, ഒരാളോട് ചോദിക്കേണ്ടി വരില്ല ജി പാപം ചെയ്ത ആളാണോ, സ്വർഗത്തിലുള്ള ആളാണോ നരകത്തിലുള്ള ആളാണോ ചോദിക്കേണ്ടി വരില്ല. കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ അത് വിശദമായിട്ട് ചർച്ച ചെയ്തു. വിശദമായിട്ട് ഖുർആൻ അള്ളാഹു അത് കൃത്യമായിട്ട് പറഞ്ഞൂലേ, നമ്മുടെ മുൻഭാഗത്തും അവരുടെ മുഖം തിളങ്ങുന്ന പ്രകാശത്തിൻ്റെ ഒരു നൂറ് അവരുടെ മുഖത്തും മുന്നിലും വലതുഭാഗത്തുമായിട്ട് ഇങ്ങനെ ഒരു വെളിച്ചമുണ്ടാകും. അപ്പോൾ ആ വെളിച്ചത്തിൽ തന്നെ മനസ്സിലാക്കാം നല്ല മനുഷ്യന്മാർ സ്വർഗത്ത് പോകുന്നവർ, അതുപോലെ നരകത്തിൽ പോകുന്നവർ, അവരെ അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നരകത്തിൽ പോകുന്ന ആളുകളുടെ മുഖത്ത് തന്നെ അവിടുന്ന് ഇവിടെ ഒരു മുഫസ്സിരിങ്ങൾ രണ്ടർത്ഥം വെച്ചത്, ഒന്ന് മുഖത്ത് തന്നെ ഒരാളുടെ മുഖം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം അയാൾ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചെന്ന് അയാൾക്കറിയാലോ, വേറെ ആർക്കും അറിയില്ലെങ്കിലും അയാൾക്കറിയാലോ. ഒന്നത്. രണ്ട്, അവിടെ ഒരു പക്ഷേ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ വെളിവാക്കപ്പെടും. ലോക ജനതയുടെ മുമ്പിൽ നമ്മൾ ആരായിരുന്നു, നമ്മൾ എങ്ങനെ ജീവിച്ചു എന്ന സത്യം പുറമെ വെളിവാക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് അവിടെ. ഈ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കളവാക്കാൻ പറ്റുമോ? യറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയൂഖദു ബിന്നവാസി വല്ലഖദാം. യറഫുൽ മുജ്രിമൂൻ, കുറ്റവാളികൾ അവരുടെ അടയാളം കൊണ്ട് തന്നെ അവരെ തിരിച്ചറിയുന്നതാണ്. അവരുടെ കുടുമകളിലും പാദങ്ങളിലും പിടിച്ച് വലിച്ചിയൊക്കെ തലയുടെ മേലെ, കുടുമ എന്ന് പറഞ്ഞാൽ തലൻ്റെ മേലെ അങ്ങോട്ട് മുടിയൊക്കെ ഉള്ള ഭാഗം ഇവിടെ അങ്ങോട്ട് പിടിച്ചിട്ട് വലിക്കുന്നതിനാണ്. അല്ലെങ്കിൽ അവരുടെ കാലൊക്കെ പിടിച്ച് പാദങ്ങളിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നതാണ് കുറ്റവാളികളെ, മുജ്രിമൂനായിട്ടുള്ള ആളുകളെ. അവരുടെ ആ സീമാഹും അവരുടെ അടയാളം കൊണ്ട് തന്നെ അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് പരലോകത്തേക്ക്, ദുനിയാവ് വിട്ട് പരലോക ജീവിതമാണ്. അവിടുത്തെ ശിക്ഷകളിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യരുടെ അവസ്ഥയാ. അള്ളാഹുവേ ഞങ്ങളെ കാക്കണയല്ലോ, സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തണയല്ലോ. ഫബിഅയ്യാലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഇതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. ഇതാണ് കുറ്റവാളികൾ തള്ളിപ്പറഞ്ഞിരുന്ന നരകം. അവർക്ക് അങ്ങ് കാണിച്ചു കൊടുക്കും, നിങ്ങൾ ഈ കളവാക്കി നടന്ന കുറ്റവാളികളെ, നിങ്ങൾ ഈ കളവാക്കി നടന്ന ഈ നരകം ഇതാ നിങ്ങളുടെ മുമ്പിൽ എന്ന്. മുമ്പിലേക്ക് എത്തല്ല, നരകത്തിലേക്ക് അങ്ങ് ഇടുന്നു. അതോടെ അവർ കാണുന്നു. അപ്പോഴാണ് അവർക്ക് കണ്ണ്, അതല്ല ഈ ലോകാവസാനത്തിൻ്റെ സന്ദർഭത്തിൽ തന്നെ അവരുടെ കണ്ണ് തള്ളും. പിന്നെ അവർക്ക് ഒരു ഫയഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, അങ്ങനെ പറയുന്നുണ്ടല്ലോ അവർ. ഇനി ദുനിയാവിൽ ഒരിക്കലെങ്കിലും ഞങ്ങളെ ജീവിച്ചൂടെ, ഒരു വട്ടം കൂടെ ഞങ്ങളെ മടക്കുമോ, ഞങ്ങൾ നന്നായി ജീവിച്ചോളാം എന്ന് പറയുന്നുണ്ടല്ലോ. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ, തിളച്ചു മറിയുന്ന ചുടുവെള്ളം. അപ്പോൾ ആ തിളച്ചു മറിയുന്ന വെള്ളം തൊട്ട് മുമ്പത്തെ സൂറത്തിലും പറഞ്ഞ ഇത് തന്നെയാ. ബൈന ഹമീമിൻ ആൻ, അതിൻ്റെ ഇടയിലൂടെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാ അവർക്ക് കുടിക്കാനും കിട്ടുക. ഫബിഅയ്യാലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഇതൊക്കെ നിങ്ങൾക്ക് കളവാക്കാൻ പറ്റുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. എന്നാലാവട്ടെ തൻ്റെ റബ്ബിൻ്റെ മക്കാമിനെ, അള്ളാഹുവിൻ്റെ മക്കാം, ആ മക്കാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനൊരു സ്ഥാനമുണ്ട്. അതിന് ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട ആളുകൾ അള്ളാഹിൻ്റെ ആ സ്ഥാനത്തെ ഭയപ്പെടുക. ആ സ്ഥാനം, മക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ്ക്ക് എന്താണ് സ്ഥാനം. ഇത് നമ്മളൊക്കെ ഈ ഒരു ആയത്ത് 46-ാമത്തെ ആയത്ത് എത്തുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കേണ്ട. ഞാനും നിങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അള്ളാഹ്ക്കുള്ള മക്കാം എന്താണ്, എവിടെയാണ് അള്ളാഹു നമുക്ക് രാവിലെ പുതച്ചു മൂടി സുബൈക്ക് പള്ളിയിൽ പോകാൻ, അല്ലെങ്കിൽ സുബൈക്ക് എണീറ്റ് നിസ്കരിക്കാൻ പോലും പറ്റാത്ത വിധം AC റൂമിലിരുന്ന് AC ഇട്ട് സുന്ദരമായിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മക്കാം എവിടെയാണ്?
തെറ്റ് ചെയ്യാൻ ബിസിനസ്സിലാവട്ടെ ഒരു ഹറാമായ കാര്യം നമുക്ക് ഒരുപാട് ലാഭം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇതിൽ കുറച്ചങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടും പൈസ, ഇത് അങ്ങനെ കുറച്ചൊക്കെ വളഞ്ഞ വഴിക്ക് പോയാലല്ലേ ഇപ്പോൾ സമ്പാദിക്കാൻ പറ്റൂ ഇപ്പോഴത്തെ കാലം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അള്ളാഹിൻ്റെ മഖാം എവിടെയാണ്? അങ്ങനെ അള്ളാഹിൻ്റെ മഖാമിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മതയോടെ ജീവിച്ചവരില്ലേ, ജന്നതാൻ, അവർക്ക് ഒരു തോട്ടമല്ല 2 തോട്ടമാ. അപ്പോൾ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ഭൂമിയിലെ എല്ലാവരും ഡ്രീം എന്താണ്? ഇപ്പം നമ്മൾ പല വീഡിയോസും കാണാറുണ്ട്. വലിയ വലിയ ആളുകൾ, വലിയ ബിസിനസ് മാൻ, കേരളത്തിൽ തന്നെ ദൂരൊന്നും പോണ്ട, അവരുണ്ടാക്കിയ വലിയ സാമ്രാജ്യം, അവരുടെ വീട് തന്നെ വലിയ വീട്, എന്തൊരു ലക്ഷറിയസ് ആണ്, എത്രമാത്രം സൗകര്യങ്ങളാണ്, വിശാലമായ വീട്, വലിയ മതിൽക്കെട്ടുകൾ, വലിയ സംവിധാനങ്ങൾ, ഒരുപാട് കാറുകൾ, എത്രയോ കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന രാജകീയ പ്രൗഢിയോടെ നിർമ്മിക്കപ്പെട്ട വീട്, അതിൽ തന്നെ പൂന്തോട്ടങ്ങൾ, ഉദ്യാനങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ഓ എന്തൊരു സുന്ദരമായിരിക്കില്ല അവരുടെ ജീവിതം എന്ന് നമ്മൾ വെറുതെ ആലോചിച്ച് പോകാറുണ്ട്. സത്യത്തിൽ അവർക്ക് ഒരുപാട് ടാക്സ് കൊടുക്കാനുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, അവർക്ക് പൈസ ഒരുപാട് വരുന്നുണ്ട് എന്നർത്ഥം. പക്ഷേ അവർക്ക് അത്രത്തോളം അതിൻ്റെ പിന്നിലുള്ള മെയിൻ്റനൻസ് തന്നെ കോസ്റ്റ് നല്ലൊരു എക്സ്പെൻസ്, കറണ്ട് ബില്ലായിട്ടും അല്ലാതെയൊക്കെ മന്ത്ലി അവർക്ക് ഇങ്ങനെ ചിലവാക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാത്ത, ഇതിനേക്കാളൊക്കെ ഇത് മാത്രമല്ല, ഇവിടെ ലിമിറ്റേഷൻ ഒരുപാടുണ്ട്. ചിലയിടത്ത് നല്ല വെള്ളം കിട്ടൂല, ചിലയിടത്ത് നല്ല വെള്ളം കിട്ടൂല, അങ്ങനെ ഒരുപാട് ലിമിറ്റേഷനുള്ള സ്ഥലങ്ങളാണ്. ആലോചിച്ച് നോക്കണം. പക്ഷേ ഇതിങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ലാത്തൊരു ലോകമാണ് സ്വർഗം. അങ്ങനെയുള്ള 2 ജന്നത്ത്, 2 സ്വർഗത്തിൻ്റെ തോപ്പുകൾ. ഫബിഅയ്യാലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഇത് നിങ്ങൾ നിഷേധിക്കോ? നമ്മൾ ആലോചിക്കണം, നമ്മളൊന്നും നിഷേധിക്കാൻ പോകരുത്, നിഷേധിയാവരുത്, കെദ്ദാബാകരുത്, കളവാക്കരുത്. ഇതൊക്കെ നടക്കാൻ പോണ കാര്യങ്ങളാ. ഇൻഷാ അല്ലാഹ് നമുക്കും കിട്ടാനുള്ളതാണ് ഖൗഫോടെ ജീവിച്ചാൽ. ദവാതാ അഫ്നാൻ, അത് 2 സുഖ ഐശ്വര്യങ്ങളുള്ള അഫ്നാനാണ്. അഫ്നാൻ എന്ന് പറഞ്ഞാൽ ദവാത്ത അഫ്നാൻ, ഒരുപാട് ശാഖകൾ, അത് തീരാത്തത്ര ഇങ്ങനെ പരന്ന് കിടക്കുക. 2 തോട്ടങ്ങളും വിശാലമായ തോട്ടങ്ങളാ, വിശാലമായ സൗകര്യങ്ങളാണ്. ഫബിഅയ്യാലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നീ ഇതിനെയും കളവാക്കുകയാണോ? ഫീഹിമാ ഐനാനി തജ്രിയാൻ, അതിലെന്തുണ്ട്? അതിലൊരു തോട്ടത്തിൻ്റെ 2ലും ഐനാനി തജ്രിയാൻ, 2 തോട്ടങ്ങളുണ്ട്, 2 അരുവികളുണ്ട്, അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുക, ഒരു വിശാലമായ ഒരു മനോഹരമായൊരു താഴ്വര, ആ മനോഹരമായ ഒരു ഹിൽ വ്യൂവിൽ നിന്നിട്ട് നമ്മളിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ റൈറ്റ് ഭാഗത്തും ലെഫ്റ്റിലും 2 ഭാഗത്തും ഇങ്ങനെ 2 അരുവികളിങ്ങനെ മനോഹരമായിട്ട് ഒഴുകുന്ന ആ സുന്ദരമായ കാഴ്ച ഒന്ന് മനസ്സിലേക്ക് നമ്മളൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. ഐനാനി തജ്രിയാൻ ഫബിഅയ്യാലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, റബ്ബിൻ്റെ ഏത് കാര്യത്തെ, അനുഗ്രഹത്തെയാണ്, ഏത് സംഗതിയാണ്, ഏത് സംഗതികളെയാ നിങ്ങൾ നിഷേധിക്കുന്നത്? ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ, അവിടെ ഓരോ പഴത്തിൽ നിന്നുള്ള ഈ 2 ഇനങ്ങളും ഉണ്ടാവും. അപ്പോൾ അവ 2ലും ഓരോ പഴത്തിൽ നിന്നുള്ള ഈ 2 ഇനങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ സൗജാൻ എന്ന് പറഞ്ഞാൽ 2 തരം, അതിൻ്റെ മെയിൽ ടു ഫീമെയിൽ എന്നുള്ള അർത്ഥമുണ്ട്, ഇണതുണ എന്നും അർത്ഥമുണ്ട്, എന്നാൽ 2 എണ്ണം ഉണ്ട്. മിൻ കുല്ലി ഫാക്കി, എല്ലാ പഴങ്ങളും വ്യത്യസ്തമായ 2 ഐറ്റം വീതമായിട്ട് അങ്ങനെ അവിടെ ഇങ്ങനെ അള്ളാഹ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ഫബിഅയ്യാലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങൾ ഇതിനൊക്കെ കളവാക്കുകയാണോ? മുത്തകിഈന അലാ ഫുറുശിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ് വജനൽ ജന്നതൈനി ദാൻ. മുത്തകിഈന അലാ ഫുറുഷ്, മെത്തകളിൽ ചാരിക്കിടക്കുന്നവരായിരിക്കും. അവയുടെ ഉൾഭാഗം കട്ടികൂടിയ പട്ട് കൊണ്ടുള്ളതാണ്. ഇസ്തബ്റഖ്, കട്ടികൂടിയ മെത്ത, അതിൻ്റെ ഉൾഭാഗം പിന്നെ പട്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള മെത്തകളിൽ അവരിങ്ങനെ സുന്ദരമായിട്ട് ചാരിക്കിടക്കുന്നവരാണ്. വജനൽ ജന്നതൈനി ദാൻ,
ആ 2 തോട്ടങ്ങളിലെയും പഴങ്ങൾ താഴോട്ടിങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഈ ആയത്തിനെ ഞാനിങ്ങനെ കമ്പയർ ചെയ്യായിരുന്നു. അതായത് ഒരു സ്ട്രോബെറിയുടെ ഒരു തോട്ടം, സ്ട്രോബെറിയുടെ തോട്ടത്തിൽ എനിക്ക് തോന്നുന്നത് പിന്നെ ചൈന അല്ലെങ്കിൽ തായ്ലൻഡ് ആ ഭാഗത്തുള്ള ഏതോ ഒരു രാജ്യമാണെന്ന് തോന്നുന്നു. അവിടെ അവർ ചെയ്തിട്ടുള്ളൊരു പുതിയ സംവിധാനമാണ്, ഒരു റെസ്റ്റോറൻ്റാണ് സംഭവം. പക്ഷെ മേലെ ഈ സ്ട്രോബെറി ഇങ്ങനെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലൊരു മനോഹരമായിട്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ പഴങ്ങൾ ഇങ്ങനെ താന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ലൈവായിട്ട് ഈ സംഭവം ഇങ്ങനെ, ഈ ആളുകളൊക്കെ വന്ന് ഭക്ഷണത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴ്ന്നു വരികയാണ്. അപ്പോൾ ഈ പൈപ്പ് നിറയെ ഒരു പൈപ്പ് പോലെ നീണ്ട രീതിയിൽ ഇങ്ങനെ സ്ട്രോബെറി ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ടുണ്ട്. അത് ഒറിജിനൽ. അപ്പോൾ അതിങ്ങനെ ആളുകൾ അവന്ന് ഡയറക്റ്റ് പറിച്ചിട്ട് ഇങ്ങനെ തിന്നുകയാണ്. മാഷാ അല്ലാഹ്. അതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഈ ഒരു ആയത്ത് ഓർമ്മയായതാ. ആ 2 തോട്ടങ്ങളിലെ പഴങ്ങൾ ഇങ്ങനെ താന്ന് കിടക്കുന്നുണ്ടാവും വിശ്വാസികൾക്ക് കഴിക്കാൻ. അള്ളാഹിൻ്റെ ഏത് അനുഗ്രഹങ്ങളെയാ നിങ്ങൾ ഈ നിഷേധിക്കുന്നത്? ഇതൊക്കെ അള്ളാഹുവിൻ്റെ, ഇതിനൊക്കെ നിങ്ങൾ നിഷേധിക്കുകയാണോ? ഫീഹിന്ന അതിലുണ്ട് ഖാസിറാത്തു ത്വർഫി ലം യത്മിത്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. മനുഷ്യരോ ജിന്നോ ഒന്നും സ്പർശിച്ചിട്ടില്ലാത്ത തരുണികൾ, അതായത് സ്ത്രീകളെ കാര്യമാണ് അവിടെ പറയുന്നത്. അവർക്ക് സൗജുണ്ട്, ഇണകളുണ്ട്. പക്ഷെ ആ ഇണകൾ ഈ ഭൂമിയിൽ സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കുട്ടിക്കാലത്ത് മരിച്ചുപോയവരാവാം, അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് മരണപ്പെട്ടു പോയവരാവാം. അവരും സ്വർഗത്തിലെത്തും. അങ്ങനെ സ്വർഗത്തിലെത്തുന്ന നല്ല സഹോദരിമാർ, നല്ല സ്ത്രീകൾ അവിടെ ഇവർക്ക് പങ്കാളികളായിട്ട് ലഭിക്കുന്നതാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ. അവരുടെ പ്രത്യേകതയായിട്ട് നേരത്തെ പറഞ്ഞവരുടെ പ്രത്യേകത എടുത്ത് പറയാണ്. അവർ യാഖൂത്ത് വൽ മർജാൻ, മുത്തും പവിഴവും പോലെ. അപ്പോൾ അവിടെ സൗന്ദര്യത്തിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. അത് എല്ലാവരും സ്വർഗത്തിലെത്തുന്നതോടുകൂടി ഭൂമിയിലുള്ള, ഇപ്പോൾ കാലില്ലാത്ത ആൾ കാലുണ്ടാവും, കണ്ണില്ലാത്ത ആൾ കണ്ണുണ്ടാവും, ശാരീരികമായ ഒരുപാട് പരിമിതികൾ. ഇപ്പം മുടി പോയി കഷണ്ടിയായ ഒരാൾ ഭൂമിയിൽ വിഷമത്തോടെ ജീവിച്ച ആൾ, അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ മുടിയുണ്ടാവും എന്ന് വെച്ചാൽ ദുനിയാവിലെ പരിമിതികൾക്കപ്പുറം, അതിലപ്പുറം സൗന്ദര്യവും ആരോഗ്യവും എല്ലാം പൂർണ്ണതയിലായിരിക്കും. ഫബിഅയ്യി റബ്ബികുമാ തുകദ്ദിബാൻ. ഇതൊക്കെ കേൾക്കാൻ അള്ളാഹു നമുക്കൊക്കെ വിധി എന്നല്ലോ. ഇങ്ങനെയൊക്കെയുള്ള സ്വർഗ്ഗലോകത്തെ പറ്റി നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ത്യജിക്കാൻ പറ്റണം ജീവിതത്തിൽ. അൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ എന്താ? അല്ലേ? ദുനിയാവിൽ വെച്ച് നന്മ ചെയ്ത മനുഷ്യന്മാർക്കുള്ളതല്ലേ ഇതെല്ലാം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതൊക്കെ നിങ്ങൾ കളവാക്കുകയാണോ? വമിൻ ദൂനിഹിമാ ജന്നതാൻ. ഇനി അതൊന്നും കൂടാതെ വേറെയും 2 തോപ്പുകൾ അവർക്ക് സ്വർഗത്തിൽ വേറെയും 2 എണ്ണം വേറെ കൊടുക്കുന്നുണ്ട്. എന്താ ഇത്? എന്തൊക്കെയാ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്? അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇത്രയും അത്ഭുതങ്ങളുടെ ഏറ്റവും വലിയ സുഖസൗകര്യങ്ങളുടെ ലോകമായിനി ഇതൊന്നുമല്ലാത്ത ഈ 2 തോട്ടങ്ങൾ, മനോഹരമായ തോട്ടങ്ങൾ, ഇങ്ങനെ 2 അരുവികളുള്ള 2 വേറെ തോട്ടങ്ങൾക്ക് പുറമെ വേറെയും 2 തോട്ടങ്ങളുണ്ടത്രേ. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? മുദ്ഹാമ്മതാൻ. ആ മുദ്ഹാമ്മത്തായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ 2 തോട്ടങ്ങൾ. അവിടെ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള തോട്ടമാണ്, നാച്ചുറൽ ബ്യൂട്ടിയാണ് ആ 2 തോട്ടത്തിൻ്റെ പ്രത്യേകത. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതിനെയും നിങ്ങൾക്ക് നിഷേധിക്കാനാകുമോ? റബ്ബിൻ്റെ ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഫീഹിമാ ഐനാനി നദ്ദാഹതാൻ. ഫീഹിമാ ഐനാനി നദ്ദാഹതാൻ. 2 ഐനാൻ, കുതിച്ചൊഴുകുന്ന 2 അരുവികൾ അതിലുമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ 2 തോട്ടങ്ങൾ, അതിൽ 2 അരുവികളുണ്ട് 2 തോട്ടത്തിലും. അപ്പോൾ 4 അരുവിയായി. ഇപ്പോൾ 2 തോട്ടങ്ങൾ പറഞ്ഞു.
അതിലും 2 അരുവിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 4 മുതൽ 8 അരുവികളുള്ള മനോഹരമായൊരു സാമ്രാജ്യം തന്നെ റബ്ബ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് സത്യവിശ്വാസികളാണെങ്കിൽ. ഫബിഅയ്യാലാഇ റബ്ബികുമാ തുകസിബാൻ, എൻ്റെ റബ്ബിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാ സംവിധാനങ്ങളെയാ ഇതൊക്കെ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? ഫീഹിമാ ഫാകിഹതും വനഖ്ലും വറുമ്മാൻ, ഇവ രണ്ടിലും പല ഇനം പഴങ്ങളുണ്ട്, ഈത്തപ്പനകളും റുമാൻ പഴങ്ങളും. റുമാൻ പഴം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ദുനിയാവിലെ പഴങ്ങളോട് സദൃശ്യം ഉണ്ടാവും. ഇതുപോലെ തന്നെ ആയിരിക്കും ദുനിയാവിലെ പഴങ്ങളൊക്കെ തന്നെ ആയിരിക്കും അവിടെ കിട്ടുക. പക്ഷെ അതിൻ്റെ രുചി വളരെ മനോഹരമായിരിക്കും, വളരെ രസകരമാണ്. ഫബിഅയ്യാലാഇ റബ്ബികുമാ തുകസിബാൻ, ഫീഹിൻ, ആ മേലെ പറഞ്ഞതിനെ നിങ്ങൾക്ക് നിഷേധിക്കാനാകുമോ? ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, അവിടെയുമുണ്ട് ഹിസാനായ നല്ല സ്ത്രീകൾ, നല്ല സഹോദരിമാർ അവിടെ ഉണ്ടാകും നിങ്ങളെ പരിചരിക്കാൻ. ഖൈറാത്തുൻ, ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ, അപ്പം നല്ല എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പറഞ്ഞാൽ ബ്യൂട്ടി മാത്രമല്ല പറഞ്ഞാൽ അവരുടെ സ്വഭാവ സവിശേഷതയും സ്വർഗത്തിലെ സ്ത്രീകൾ. അപ്പോൾ സ്വർഗത്തിലെ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷത അങ്ങനെ ആവാൻ കാരണം അങ്ങനെയുള്ളവരല്ലേ അങ്ങോട്ട് എത്തുള്ളൂ. അതും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അങ്ങനെയുള്ള, ഇപ്പം ദുനിയാവിലെ സ്ത്രീകൾക്ക് എല്ലാവരും അല്ല, ഇത് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അറിയാം, സഹോദരിമാരെ കുറ്റം പറയല്ല. ഇപ്പം ചില പരിമിതികൾ സ്ത്രീകൾക്കുണ്ട്. ഒരു കുറേ ഈഗോ, അനാവശ്യമായിട്ടുള്ള ഒരു തരം അഹങ്കാരം മിക്ക സ്ത്രീകളുടെയും സ്വഭാവം അല്ല. അതുപോലെ തന്നെ ഗീബത്ത് നമീമത്ത് പറഞ്ഞെടുക്കുക, അങ്ങനെ ചില പരിമിതികൾ, സ്ത്രീ എന്ന രീതിയിലുള്ള ചില പരിമിതികൾ ദുനിയാവിലെ സ്ത്രീകൾ, മനുഷ്യരായിട്ട് ജീവിക്കുന്ന നാട്ടിലുള്ള നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും ഇങ്ങനെ ഉണ്ട്. ആ പരിമിതികളൊക്കെ മുക്തയായ സ്വാലിഹത്തായ ഒരുപാട് സ്ത്രീകൾ ദുനിയാവിലുണ്ട്. അവരെ പറ്റി എല്ലാം പറയുന്നത് വളരെ മോശമായിട്ട്. ഇപ്പം നൂഹ് നബിയുടെ ഭാര്യ ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, അഹങ്കാരികളായിട്ടുള്ള സ്ത്രീകളുണ്ട്, സത്യമാണ്. അങ്ങനെയുള്ള പരിമിതികളൊന്നും ഇവർക്കുണ്ടാവില്ല. ഈ സ്വർഗസ്ഥരായിട്ടുള്ള സ്ത്രീകൾ അവർ ഒന്നെങ്കിൽ നാട്ടിലുള്ള നല്ല സ്വാലിഹത്തായിട്ട് ജീവിച്ച് ആ ദീനീ ചിട്ടയിൽ ജീവിച്ച നല്ല സ്ത്രീകളായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ മരണപ്പെട്ടു പോയവരുമാവാം. അല്ലാഹു ആലം, അതൊക്കെ നമുക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഫബിഅയ്യാലാഇ റബ്ബികുമാ തുകസിബാൻ, നിങ്ങൾക്കാകുമോ ഇതൊക്കെ നിഷേധിക്കുവാൻ? ഒരു പക്ഷേ അല്ലാഹു ആലം, നമുക്കറിയാൻ പറ്റില്ല. അള്ളാഹ്ക്ക് വേണമെങ്കിൽ പുതിയ സൃഷ്ടി ഉണ്ടാക്കാമല്ലോ. ദുനിയാവിൽ ജീവിക്കാത്ത സ്ത്രീകളെ അവിടെ, പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹ്ക്ക് അവിടെ ഉണ്ടാക്കാനും പറ്റുമല്ലോ. അല്ലാഹു ആലം, നമുക്കൊന്നും ആ കാര്യത്തിനെ പറ്റി അറിവില്ല. അവരുടെ പ്രത്യേകത വീണ്ടും പറയാ, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, അവരാവട്ടെ വളരെയധികം സൂക്ഷ്മതയോടെ ജീവിക്കുന്ന, വീട്ടിൻ്റെ ഉള്ളിൽ വളരെയധികം ലജ്ജയോടെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാ. അപ്പം ഇതിൻ്റെ വേറൊരു അർത്ഥത്തിൻ്റെ ഒരു വിപരീത അർത്ഥം എന്ന് പറഞ്ഞാൽ, വീട് വിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ മറ്റുള്ളവർക്കൊക്കെ ആർക്കും ഒരു എന്താ പറയുക, ഒരു അവിഹിതമായിട്ട് നടക്കുന്ന സ്ത്രീകളില്ലേ, അവിഹിതം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, അവിഹിത സ്വഭാവത്തിൽ നടക്കുന്ന സ്ത്രീകൾ, ഒരു തരത്തിലുള്ള സൂക്ഷ്മതയും പാലിക്കാതെ നടക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളല്ല, ഇവർ വളരെ ഒതുക്കമുള്ള സ്ത്രീകളാണ്. ഫബിഅയ്യാലാഇ റബ്ബികുമാ തുകസിബാൻ, നിങ്ങൾക്ക് ഇതൊക്കെ നിഷേധിക്കാൻ പറ്റും. ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ നടക്കാൻ പോണ കാര്യങ്ങളാണ്. നമ്മളിതൊക്കെ ഇങ്ങനെ കഥ പോലെ കേൾക്കാനേ ഉള്ളൂ. ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, ജിന്നോ മനുഷ്യരോ ഇവരുടെ അടുത്ത് വരിക പോലും ചെയ്തില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇതിന് 2 മുഫസ്സിരീങ്ങൾ 2 അർത്ഥം പറയും. ഇത് നേരത്തെ പറഞ്ഞ മറ്റേ തോട്ടത്തിലും അതുപോലെയുള്ള പങ്കാളികളുണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഇത് മനുഷ്യരും ജിന്നും സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ തൊടുക എന്നുള്ളത് മാത്രമായിരിക്കില്ല. ഒരു പക്ഷേ ഇത് പ്രത്യേകമായ സൃഷ്ടിയാവാം. അല്ലെങ്കിൽ ഭൂമിയിൽ ഈ പറഞ്ഞ സ്വഭാവത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾ മരണപ്പെട്ട സ്ത്രീകളില്ലേ, ഒരുപാട് കുഞ്ഞായിരുന്ന വയറ്റിൽ വെച്ച് മരണപ്പെട്ട് പുറത്ത് വന്നിട്ട് ജീവൻ റൂഹ് വരുന്നല്ലോ, 3 മാസം ചെറിയ മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് റൂഹ് വരുന്നുണ്ട്. എത്രയോ പേര്, ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരാവാം, അല്ലാഹു ആലം. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഇൻസിനെ ഇവിടെ പറയുന്നു, അതോടൊപ്പം ജിന്നിനെയും പറയുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകതയായിട്ട്. അപ്പോൾ ജിന്നുകളോടും ഖുർആൻ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഫബിഅയ്യാലാഇ റബ്ബികുമാ തുകസിബാൻ, എൻ്റെ റബ്ബിൻ്റെ ഏതനുഗ്രഹങ്ങളെയാ നിങ്ങൾ നിഷേധിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ നിഷേധിക്കുകയാണോ?
മുത്തകിഈന അലാ റഫ്റഫിൻ ഹുദ്റിൻ വഅബ്ഖരിയ്യിൻ ഹിസാൻ. ഇനി പച്ചപ്പരവതാനികളിൽ പച്ചപ്പട്ടിൻ്റെ തലയണകളിലും ചാരിക്കിടക്കുന്നവരായിട്ട് അവരെങ്ങനെ കാണാം. എന്ത് മനോഹരമായ സ്വർഗലോകമാ. ഫബിഅയ്യാലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇതിനെ നിങ്ങൾ നിഷേധിക്കാണോ? തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, അള്ളാഹിൻ്റെ റബ്ബിൻ്റെ നാമത്തെ പ്രകീർത്തിക്കുക. ദിൽ ജലാലും ഇക്റാമുമായിട്ടുള്ള ആദരണീയനായ മഹത്വമുടയവനായ റബ്ബിൻ്റെ നാമത്തെ പ്രകീർത്തിക്കുക. സുബ്ഹാനല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീ പരിശുദ്ധനാ, നീയായി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, ഇതിൻ്റെ സകലമാന സംവിധാനങ്ങളും പടച്ചത് നീയാ. നീ ഞങ്ങൾക്കുള്ള ഈ സുന്ദരമായ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിൻ്റെ റബ്ബേ, നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ ആബിദീങ്ങളായ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവേ നീ നൽകുന്ന സ്വർഗലോകത്തിലെ അവസ്ഥകളെപ്പറ്റി ഞങ്ങൾ കേട്ട് അള്ളാഹുവേ ആ സ്വർഗത്തിൽ ഞങ്ങൾ എത്തിക്കണേ അള്ളാഹുവേ, ആ സ്വർഗാവകാശികൾക്ക് ഏതേത് ഗുണങ്ങളാണോ ദുനിയാവിൽ വേണ്ടത് ആ ഗുണങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും എത്തിക്കണേ അള്ളാഹുവേ, നിൻ്റെ യഖീനോടെ വിശ്വസിക്കുന്ന കളവാക്കുന്ന കള്ളത്തരത്തിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് നൽകല്ലേ കള്ളത്തരം മനസ്സിലൊരു കോണിൽ പോലും ഉണ്ടാകുന്ന അവസ്ഥ വരുത്തല്ലേ എല്ലാ കാര്യങ്ങളെയും അഭിമാനത്തോടെ ഉൾക്കൊള്ളാൻ പരലോകത്തുള്ള അള്ളാഹുവേ നിൻ്റെ നിഅമത്തുകൾ, നിൻ്റെ ജന്നാത്തുകൾ, നിൻ്റെ ഈ സ്വർഗീയ സൗഭാഗ്യങ്ങളൊക്കെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ അള്ളാഹുവേ കൊതിയ അള്ളാഹുവേ, ആ ഉന്നതമായ അവസ്ഥയിലേക്ക് ഞങ്ങളെല്ലാവരും എത്തിക്കണേ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തിക്കണേ നീ പറഞ്ഞ ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് പറഞ്ഞ ഈ സ്വർഗീയമായ അരുവികളൊഴുകുന്ന ആരാമങ്ങൾ അത് കൺകുളിർക്ക കാണാനും അതിൽ കാലാകാലവും ഖാലിദീന ഫീഹാ നിത്യവാസവും നിൻ്റെ വലിയ ഓഫറാണ്, നീ നിൻ്റെ വാഗ്ദാനമാണ് അല്ലാഹുവേ. അതനുസരിച്ച് ആ രീതിയിലുള്ളൊരു ജീവിതം ഈ ദുനിയാവിൽ ജീവിക്കാൻ, അത് നേടാനുതകുന്ന ജീവിതം അല്ലാഹുവേ, അതിന് ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങളല്ല പുറത്തു തായല്ല. അള്ളാഹുവേ, ഞങ്ങളുടെ വ്യക്തി ജീവിത വിശുദ്ധിയുള്ളവരാക്കണേ രഹസ്യവും പരസ്യവും വിശുദ്ധിയുള്ള ജീവിതമാക്കണേ അള്ളാഹുവേ, കണ്ണിനെ സൂക്ഷിക്കാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹുവേ, ഞങ്ങളുടെ നാവിനെ ഏറ്റവും നല്ലത് സംസാരിക്കാൻ, ആർക്കും പ്രയാസമില്ലാത്ത ഖൈറായ കാര്യങ്ങൾ സംസാരിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ വികാര വിചാരങ്ങളൊക്കെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാക്കണേ അള്ളാഹുവേ, ശരീരത്തിൻ്റെ ജടികേച്ഛകൾക്ക് വഴിപ്പെട്ട് ലഹവിൽ മുഴുകിക്കൊണ്ട് ദീന് വിട്ടുപോയ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അള്ളാഹുവേ, ഈമാൻ പൂർത്തിയാക്കി തരണേ അള്ളാഹുവേ, ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കണേ ഞങ്ങളുടെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അള്ളാഹുവേ, ഖുർആൻ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അള്ളാഹുവേ, നിന്നോടല്ലാതെ ജീവിതത്തിൽ ആരോടും പ്രാർത്ഥിച്ചിട്ടില്ല, ഇനിയും പ്രാർത്ഥിക്കുകയില്ല. മരിക്കുന്നത് വരെ നീ അല്ലാതെ ആരുടെ മുമ്പിലും സുജൂദിൽ വീഴില്ല റബ്ബേ. നീ ഞങ്ങളെ കാക്കണേ എല്ലാവിധത്തിലുള്ള മുസീബത്തിൽ നിന്നും ഞങ്ങളെ കാക്കണേ എന്തൊക്കെ ഫിത്നകൾ ജീവിതത്തിൽ തന്നാലും ആ ഫിത്നകളൊക്കെ അതിജയിക്കാനുള്ള താക്കത്ത് നൽകണേ അള്ളാഹുവേ, ഞങ്ങളുടെ ശരീരത്തെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവേ ഷിഫയാക്കണേ ഞങ്ങളെ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടക്കേണ്ട അവസ്ഥ വരുത്തല്ലേ രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് അതിനടിപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാഹിത അപകട മരണത്തിലൊക്കെ ചാടുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ. നല്ല മരണം ഞങ്ങൾക്ക് ദുനിയാവിൽ നീ നൽകണേ ഈമാനോടുകൂടെ കലിമ ചൊല്ലിക്കൊണ്ടുള്ള മരണം നൽകണേ അള്ളാഹുവേ, നിന്റെ ഇഷ്ടപ്പെടുന്ന നിന്റെ ഏറ്റവും അമ്പിയാ മുർസലുകളുടെ ആ വലിയ പാരമ്പര്യത്തിൽ അള്ളാഹുവേ ഞങ്ങളെയും നീ ചേർക്കണേ അള്ളാഹുവേ, ഞങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കി തരണേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ റഹ്മത്തും ബർക്കത്തും നൽകണേ ഹലാലായ സമ്പാദ്യം തരണേ
ഹലാലായ റിസ്ക് നൽകണേ അല്ലാ. അള്ളാഹുവേ ഹറാമായ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കല്ലേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ കാക്കണേ അല്ലാ. അള്ളാഹുവേ മക്കളെ കാക്കണേ അല്ലാ. കുടുംബത്തെ കാക്കണേ അല്ലാ. അവരെല്ലാവരെയും നീ ഹിദായത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب اغفر لنا وارحمنا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.